ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തങ്കംസ് ഫാമിലി കിച്ചൺ. ഈ പ്ലം കേക്ക് ക്രിസ്തുമസിന് മുമ്പ് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷേ ആ ഫംഗ്ഷൻ നടന്നില്ല. ഇതിൻ്റെ റെസിപ്പി ഇതുവരെ അപ്ലോഡ് ചെയ്യാനും പറ്റിയില്ല. കഴിച്ച എല്ലാവരും വളരെ നന്നായിട്ടുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞൊരു കേക്ക് ആയതുകൊണ്ട് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷത്തെ ക്രിസ്തുമസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഈ വൈനിൽ സോക്ക് ചെയ്ത കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സിനോടൊപ്പം 2 ആഴ്ച മുമ്പ് കാരമൽ സിറപ്പിൽ കുതിർത്ത കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്തിട്ടാണ് ഈ കേക്കിനായിട്ട് ഉപയോഗിച്ചത്. ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള ടിന്നും ബട്ടർ പേപ്പറൊക്കെ എടുത്തു വെക്കണം. പിന്നെ കുറച്ച് ഇത് 250 ഗ്രാം മൈദയാണ്, പിന്നെ 100 ഗ്രാം ബട്ടറുണ്ട്, 200 ഗ്രാം പഞ്ചസാര, പിന്നെ 3 മുട്ട, പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും, വൈനിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ എസൻസ്, പിന്നെ കുറച്ച് കാരമൽ സിറപ്പ് ഇരിപ്പുണ്ട്, അത് കാണിക്കാൻ പറ്റിയില്ല. ഇതെല്ലാം എടുത്തു വെച്ചിട്ടാണ് ഈ മിക്സിങ് തുടങ്ങുന്നത്. ഇനി കേക്ക് ടിന്നിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം. അതിലെല്ലാം ഓയിൽ നല്ലപോലെ തേച്ചിട്ട് ബട്ടർ പേപ്പർ എടുത്ത് വെക്കുക. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം മൈദയാണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ ഫുള്ള് നിറച്ച് എടുക്കണം ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് ഇളക്കിയതിന് ശേഷം 3-4 പ്രാവശ്യം ഒന്ന് അരിച്ചുകൂടി വെക്കുക. അപ്പോൾ ആ മൈദയും പിന്നെ ബേക്കിംഗ് പൗഡർ എല്ലാം നല്ലപോലെ മിക്സ് ആയിക്കോളും. ഇനി ഞാൻ ഈ കേക്കിനായിട്ട് എടുത്തിരിക്കുന്നത് 200 ഗ്രാം പഞ്ചസാരയാണ്. ഇത് നമുക്കൊന്ന് പൊടിച്ചു വെക്കണം. അതിനായിട്ട് അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ജാതിക്ക, 1 കഷ്ണം ചുക്കും, 2 ഏലക്കയും, പിന്നെ 2-3 കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പും, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചു വയ്ക്കാം. നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള ഫ്ലേവർ അല്പം കൂടുതൽ ചേർക്കണം. പിന്നെ ഞാൻ കുറച്ച് നാരങ്ങാത്തൊലി കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് കൂടെ ഇതിൻ്റെ കൂടെ പഞ്ചസാരയുടെ കൂടെ ചേർക്കുകയാണെങ്കിൽ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. ഈ പൊടിച്ച പഞ്ചസാര നമ്മുടെ ബട്ടറിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് ബീറ്റർ കൊണ്ടോ സ്പൂൺ കൊണ്ടോ നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണ് എസൻസ് ചേർക്കാം. ഞാനിവിടെ മിക്സർ ഫ്രൂട്ടിൻ്റെ എസൻസാണ് ചേർത്തിരിക്കുന്നത്. വനില എസൻസും ചേർക്കാം. അതിനുശേഷം ഓരോ മുട്ട വീതം നമുക്കതിലേക്ക് ഒഴിച്ചിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതും ബീറ്റർ കൊണ്ടോ സ്പൂണ് കൊണ്ടോ അടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 ടീസ്പൂണ് തേനാണ് ചേർക്കുന്നത്. അതൊരു ഓപ്ഷനിലാണ്. അതിനുശേഷം ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തണുത്ത കാരമൽ സിറപ്പാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ കേക്കിന് കളർ കൊടുക്കുന്നതാണ്. ഇത് മാത്രമാണ് കളറിനായിട്ട് ചേർക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. ഇനി നമുക്ക് അവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മൈദ മിശ്രിതം കുറേശ്ശെയായിട്ട് ചേർത്ത് ഇതിലേക്ക് യോജിപ്പിക്കാം. ഒന്നിച്ച് ചേർക്കരുത്, കുറേശ്ശെ ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി അത് ആ പൊടിയെല്ലാം ആ പിന്നെ ബട്ടറിലൊക്കെ നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞ് മൈദ കാണാൻ പറ്റാത്ത പോലെ മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത പാർട്ട് ചേർക്കാവൂ. അങ്ങനെ വേണം ഏത് കേക്കിനും നമ്മൾ ഈ മൈദ മിക്സ് ചെയ്യേണ്ടത്. അല്പം മൈദ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി മാറ്റി വെച്ച മൈദയിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് ചെറുതായിട്ട് മുറിച്ച് ചേർത്തിട്ടുണ്ട്. അത് അതിനകത്തേക്ക് ഇളക്കിയിട്ട് അതിൽ നിന്ന് കാഷ്യൂ മാത്രം എടുത്ത് ഞാൻ കേക്ക് മിക്സിലോട്ട് ചേർത്തു. ഇനി ആ ബാക്കി ഇരിക്കുന്ന മൈദയിലേക്ക് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കുകയാണ്. ഇത് ഒരു കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതലുണ്ട്, 1.5 കപ്പ്, ഏകദേശം 1.5 കപ്പോളം വരും. ഇതിലേക്ക് ഞാൻ ഇനി കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടി ചേർക്കുന്നുണ്ട്. 1/4 കപ്പ് ടൂട്ടി ഫ്രൂട്ടി ചേർത്തിട്ടുണ്ട്. ഈ ടൂട്ടി ഫ്രൂട്ടി ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ ആ മൈദയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെയായിട്ട് നമ്മുടെ കേക്ക് മിക്സിലേക്ക് ചേർത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഓരോ പ്രാവശ്യം കുറച്ച് ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി കൂടി ചേർക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ 2 കേക്ക് ടിന്നാണ് സെറ്റാക്കി വെച്ചിരുന്നത്. ഒന്ന് ഒരു സ്ക്വയറും ഒന്ന് റൗണ്ടും. ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഗ്യാസ് സ്റ്റോപ്പിലാണ്. ഒന്ന് ഒരു കുക്കറിനകത്തും ഒന്ന് ഒരു വലിയൊരു നോൺ സ്റ്റിക്ക് പാനിനകത്തും. അപ്പോൾ മാവ് കുറച്ചൊഴിച്ചിട്ട് അതൊന്ന് ഒരു സ്ക്യൂർ കൊണ്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് ആണ് നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കേണ്ടത്. 2 ടിന്നിലും ഞാൻ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് ഗ്യാസ് സ്റ്റോപ്പിലാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. ഒന്നൊരു കുക്കറിലും ഒന്നൊരു നോൺ സ്റ്റിക്ക് പാനിലും. ആ റൗണ്ട് കേക്ക് 45 മിനിറ്റും ആ സ്ക്വയർ കേക്ക് 55 മിനിറ്റും എടുത്തു ഒന്ന് നല്ലതുപോലെ ബേക്ക് ചെയ്ത് കിട്ടും. വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമ്മൾ ചെയ്തെടുത്ത 2 കേക്കാണിത്. 2 അല്ല 3 കേക്കാണിത്. അപ്പോൾ ഇത് നല്ല കളറ് കിട്ടിയിട്ടുണ്ട്, നല്ല സോഫ്റ്റുമാണ്. ഇത് കഴിച്ച എല്ലാവരും വളരെ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞൊരു കേക്കാണ്. 100 ഗ്രാം പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് അതിലേക്ക് 2 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സും 1 കപ്പ് ഓറഞ്ച് ജ്യൂസും
പിന്നെ 2 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായി ചൂടാക്കി കഴിഞ്ഞിട്ട് അത് തണുത്തപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഞാൻ വൈൻ ചേർത്ത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു അതിനകത്തേക്ക് ഇതുകൂടെ ചേർത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 2 ആഴ്ച അങ്ങനെ വെച്ചിരുന്നു. അത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എടുത്തപ്പോഴുണ്ട് നല്ല സ്മെല്ലുണ്ടായിരുന്നു. അത് വൈനിൽ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിനും വൈനിൻ്റെ ഒരു സ്മെല്ല്, ഒരു റമ്മിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇതിന് ചേർത്തത്. അതുകൊണ്ടാണ് എനിക്ക് ഈ കേക്ക് വളരെ സൂപ്പർ ടേസ്റ്റിൽ തന്നെ കിട്ടിയത്. ആ മിക്സിൻ്റെ ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി കേക്ക് ഉണ്ടാക്കുമ്പോൾ അത് ഞാൻ അതിലേക്ക് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്ത് ചേർക്കും. അപ്പോൾ നമുക്കിത് റിപ്പീറ്റായിട്ട് ഒരേ നല്ല വൈനിൻ്റെ ടേസ്റ്റിൽ നമുക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിനകത്ത് ബട്ടറും ഷുഗറും കൂടെയൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ ഒരു വിസ്ക് ഉപയോഗിച്ചാൽ മതി. ഇനി വിസ്കും ഇല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഉപയോഗിച്ചാൽ മതി. പക്ഷെ നല്ലപോലെ അടിച്ചതൊന്ന് ചെറുതായിട്ടൊന്ന് പതപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കേക്കിന് നല്ല സോഫ്റ്റ് കിട്ടുന്നത്. ഏത് കേക്കാണേലും 2-3 ദിവസം വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കൂടുതലും നല്ലത്. പ്ലം കേക്ക് ഒരാഴ്ച കഴിഞ്ഞാലായിരിക്കും കൂടുതൽ നല്ലത്. ഈ കേക്ക് ഏകദേശം ഒരാഴ്ച വരെ ഞാൻ ഇതുപോലെ റാപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓതന്റിക് കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും റമ്മിലോ വൈനിലോ സോക്ക് ചെയ്ത് വെക്കണം. അതും 1 മാസം മുമ്പേ തന്നെ സോക്ക് ചെയ്ത് വെക്കണം. കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ ആ കേക്കിൻ്റെ മുകളിൽ ദിവസവും കുറേശ്ശെ റമ്മോ വൈനോ പുരട്ടി ആ കേക്കൊന്ന് വെറ്റാക്കി കൊടുക്കുകയും വേണം. എന്നിട്ട് ഒരു 2-3 ആഴ്ചയെങ്കിലും അങ്ങനെ വെച്ച് വായു കടക്കാത്ത രീതിയിൽ വെച്ചതിന് ശേഷം എടുക്കുന്ന ആ കേക്കാണ് ഒറിജിനൽ ഓതന്റിക് പ്ലം കേക്ക്. ഇതുവരെയും പ്ലം കേക്ക് ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവർക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഉപകാരപ്രദമാകും. മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി. താങ്ക് യു.